സോ ഗൈസ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിൽ നിന്ന് ഒരു അവഞ്ചേഴ്സ് ഒന്നും പറഞ്ഞാൽ പോരെ ഇതിന് അല്ലേ. മിന്നൽ മുരളി കണ്ടതിന് ശേഷം ഇങ്ങനൊരു ഐറ്റം, ഒരു സൂപ്പർ ഹീറോ പരിപാടി വായും പൊളിച്ച് അന്തം വിട്ട് കണ്ടിരുന്ന ഒരു അവസ്ഥയാണ് തിയേറ്ററിൽ. ഇജാതി സാധനം അല്ലേ. നമ്മുടെ കുറേ മിത്തിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ദൈവങ്ങളെ ക്യാരക്ടേഴ്സ് അല്ലട്ടോ പറയുന്നത്, അല്ലാതെ കുറേ ചാത്തൻ, മറുത, മാട, യക്ഷി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഐറ്റങ്ങളെ കണ്ട് പിടിച്ചിട്ട് കൊണ്ടുവന്ന് സൂപ്പർ ഹീറോ ആക്കി അഴിച്ച് വിട്ട് ആറാടി വിട്ട ഐറ്റമാണ് ലോക. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇതെന്തിൻ്റെ ബിൽഡപ്പാണ്, ഇതെങ്ങനെ ബിൽഡാവുന്നു ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇനി ഉറപ്പാണ് ദ മോസ്റ്റ് അവൈറ്റഡ് സെക്കൻഡ് പാർട്ട് ഫ്രം മലയാളം. ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് ഇനി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ലോകേൻ്റെ അല്ലേ. എന്താ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, വേറെ ലെവല് സാധനം. എനിക്കിങ്ങനെ മേക്കിംഗ് മാത്രമല്ല, എനിക്കിതിൻ്റെ നറേഷൻ ഇല്ലേ, സ്റ്റോറി ആരുടെ, ഡൊമിനിക് അരുൺ ഇതിൻ്റെ ഡയറക്ടറും, പിന്നെ സാൻഡി ബാലചന്ദ്രൻ, സാൻഡി തന്നെ അല്ലേ, സന്ദീപ് ബാലചന്ദ്രൻ, ഒരു ലേഡിയാന്ന് തോന്നുന്നു, അവരുണ്ട് ഇതിനകത്തൊരു ക്യാരക്ടർ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജാതി നറേഷൻ എന്നറിയോ. അതായത് ഈ നറേഷൻ്റെ ലൈന് ഇപ്പോൾ നമ്മൾ മറ്റേ ഇത് കണ്ടില്ലേ, നമ്മളെ എന്താ സാധനത്തിൻ്റെ പേര്, പണ്ടാണ് മറന്നുപോയല്ലോ, നമ്മളെ കൽക്കി സിനിമ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അത് എടുത്തു കൊടുത്തിട്ട് എങ്ങനെയാ മഹാഭാരതം എടുത്തു കൊടുത്തിട്ടാ ഇങ്ങനെ നറേറ്റ് ചെയ്തേ, ഇതിങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആക്കി എന്നുള്ളൊരു സാധനം നമുക്ക് ഭയങ്കര വണ്ടറായിരുന്നു. മലയാളത്തിൽ നിന്ന് ഇനി എങ്ങനെ എന്തെടുക്കാൻ പറ്റുന്നൊക്കെ. ഇതെന്താ അഴിച്ചുവിട്ടേ, എല്ലാത്തിനെയും കൂടി അഴിച്ചു വിട്ടിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ലോക്കൽ ബോയ് അല്ല, ബാംഗ്ലൂർ ബേസ്ഡ് മലയാളി ആയിട്ടുള്ള നെസ്ലിന്റെ ക്യാരക്ടറിനെ ചുറ്റി പറ്റിയിട്ട് ഈ സാധനം അങ്ങോട്ട് ബിൽഡ് ചെയ്യിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശനെ വെച്ചിട്ട്. കല്യാണി പ്രിയദർശൻ ഭയങ്കര അല്ലേ, ഒരു രക്ഷയില്ലാതെയാണ് ആ റോൾ അവർ ഹാൻഡിൽ ചെയ്ത്. ചന്ദ്ര എന്ന് പറഞ്ഞ ചന്ദ്രയ്ക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, ചന്ദ്രന്റെ ഫ്യൂച്ചറിന് എന്ത് നടക്കുന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, ചന്ദ്രന്റെ പ്രസന്റിലൊക്കെ കല്യാണി കൊടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ, ഞാൻ ഒരു രക്ഷയില്ല. അവർക്കൊരു ഭയങ്കര ഒരു ഹാർഡ് ഗോയിങ് ആണ്. അവർക്കൊരു ക്യൂട്ടി ഫേസ് ഉള്ള ഒരാളാ, പക്ഷെ ഇതിനകത്ത് ആ ക്യൂട്ടി ഫേസ് മാറിയിട്ട് ഭയങ്കര ഒരു ഹാർഡ് ഫേസ് ആയിട്ടുണ്ട്. അത് അവർക്ക് കറക്റ്റ് ആ ഒരു ക്യാരക്ടർ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെസ്ലിൻ ആസ് യൂഷ്വൽ. പിന്നെ പറയാനുള്ളത് മാൻ ചന്തു സലീം കുമാർ, എന്നടാ പണി വെച്ചിരിക്കല്ലേ. സംഭവം എനിക്ക് രസമായി, പക്ഷെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് വലിയൊരു ബോറിംഗ് തോന്നി. ചന്തുവിന്റെ കോമഡി അടിക്കാൻ വേണ്ടി കോമഡി അടിക്കുന്നു. എനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയി ചന്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫോർ മീ ഇവരതല്ല, എനിക്ക് ഒരിക്കലും അതൊരു ബോർ ഫാക്ടർ വന്നിട്ടില്ല. ചന്തു നല്ല രീതിയിൽ ഹാൻഡിൽ എക്സ്പെക്ടഡ് ഡയലോഗ്സ് ഉണ്ടാവും. സലീം കുമാറിനെ ഇമിറ്റേറ്റ് ചെയ്യണ പോലൊക്കെ നല്ല മാനേഴ്സ് ഉണ്ട്, ഭയങ്കര മാനേഴ്സ് ഉണ്ട്. അടിപൊളിയായിട്ട് എനിക്ക് ചന്തുവിനെ തോന്നി. അരുൺ കുര്യനും കിട്ടിയ സ്ഥലത്തൊക്കെ അരുൺ കുര്യനും സ്കോർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അരുൺ കുര്യൻ. അവർക്കൊന്നും ഇല്ല, ബാക്കിയൊക്കെ കൊണ്ടുപോവാണ്. കല്യാണി കൊണ്ടുപോകും. കല്യാണി ഫസ്റ്റ് ഹാഫ് മൊത്തം കല്യാണി കൊണ്ടുപോയി തകർത്ത്. കല്യാണി സാധാരണ നമ്മളെ മലയാളത്തിലെ പറക്കലും ചാടലൊക്കെ കാണുമ്പോൾ സൂപ്പർ നാച്ചുറൽ സാധനങ്ങൾ എപ്പോഴും നമുക്ക് എന്താ അറിയോ, ഒരു ചൂട്ടലാണല്ലോ. അത് ശരിക്കും നമുക്കൊരു ഹോളിവുഡ് സാധനം തന്നെ. മാത്രല്ല അത് തോന്നിക്കാൻ കാരണം ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജെയ്ക് ബിജോയ് ആണല്ലോ. ജെയ്ക് ബിജോയ് ഒന്നും പറയാല. ജെയ്ക്കൊക്കെ ഒരു ലൈറ്റ്, അനിരുദ്ധ ലൈറ്റ് മലയാളം. അതെ, നിമിഷ് രവി അതാണ് സിനിമാറ്റോഗ്രാഫർ. ചമൻചാക്കോ എഡിറ്റർ. പോരെ അളിയ ഒരു സോൾട്ട് ഇങ്ങനെ പെപ്പർ, ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ തട്ടിടുമ്പോ അവിടുന്ന് ഇങ്ങനെ മാറി ആകാശത്ത് കൂടി ഒരു നക്ഷത്രം വരുന്ന സീനൊക്കെ. ചമൻചാക്കോ ഇത് ഏത് സാധനമാണ് ചമൻചാക്കോ, ജെയ്ക് ബിജോയ്, ഉയ്യോ രക്ഷയില്ലട്ടോ. അതായത് മേക്കിംഗ് ഭയങ്കര മേക്കിംഗ്. അതായത് ഇതിന്റെ ഒരു കളർ ടോണൊക്കെ അവർ വെച്ചത്, ഒരു സൂപ്പർ ഹീറോ മൂവി നമ്മൾ ഹോളിവുഡ് കണ്ട റേഞ്ചിലുള്ള ഒരു കളർ പാറ്റേൺ, ആ സാധനങ്ങളാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ സീനും എസ്കലേറ്റ് ആവുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ BGM-നൊക്കെ ഓരോ സീനും വരല്ലേ, ഓരോ സീനും BGM എസ്കലേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ സാൻഡി മാസ്റ്റർ എന്നടാ ലിയോല് കാഫേ ചോക്ലേറ്റ് കാഫേ ചീറിയിട്ടുണ്ട്. ഇതിനകത്ത് സെക്കൻഡ് പാർട്ട് ഫുള്ള്
സാൻഡി മാസ്റ്റർ കിടുക്കി, സാൻഡി മാസ്റ്റർ കിണ്ണനായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട്. ചില സീനെ കണ്ടല്ലോ ഭയങ്കര നല്ല പേടിപ്പിക്കുന്ന സാധനം, നല്ല സാധനം ചെയ്തിട്ടുണ്ട് മൂപ്പരുത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ഐറ്റങ്ങൾ വരുന്നത്. നമ്മളെ അടുത്ത പാട്ടിൽ വെച്ച സാധനങ്ങളാണ് ഇത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ അത് ക്യാമിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമിയോസ് ഓൾറെഡി പുറത്തായതാണ്. ഞാൻ പേര് പറയില്ല, പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ക്യാമിയോസ് തന്നെയാണ്. അതിൽ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഒരു ക്യാമിയോ കുറച്ചധികം എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് പറഞ്ഞ പോലെ കുറെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല ചെങ്ങായി. പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ട്, അത് നിർബന്ധമായിട്ട് കാണണം. കാരണം പോസ്റ്റ് ക്രെഡിറ്റ്സിൽ അടുത്ത ക്യാമിയോ വരുന്നതും തകർക്കുന്നുണ്ട് അല്ലേ. പല ആളുകളും ഇറങ്ങി പോകുമ്പോ ഇനിയൊന്നും നിഷാൻ സാഗർ ഇതിലെ മെയിൻ ആണ്. എല്ലാ മറ്റേ സൂപ്പർ ഹീറോ സിനിമസിലും ഒരു ഗോഡ് ഫാദർ ഐറ്റം കാണുമല്ലോ, അതുപോലെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. നിഷാൻ സാഗർ ഒരു സൈഡിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു മൂത്തോൻ വരാണ്ട്. മൂത്തോൻ ഈസ് നോട്ട് യെറ്റ് റിവീൽഡ്. അതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറയുന്നില്ല, ഒരു ഫ്രെയിമിന് കുറച്ച് സെക്കൻഡുകളോട് കൂടി കുറെ ആളാണ് കാണിക്കും. അത് കണ്ടോടുകൂടി തിയേറ്ററിന് പൊട്ടി. തിയേറ്ററിന് തീരുമാനമായി അത് കണ്ടോട് കൂടിയിട്ട്. ഏജാതി യൂണിവേഴ്സാ ബിൽഡ് ആയിട്ടുള്ളത്. സെക്കൻഡ് ഭാഗം എന്ന് വരും. പക്ക ഹോളിവുഡ് മേക്കിംഗ്, പക്ക ഹോളിവുഡ് നറേഷൻ, ഒരു രക്ഷയും. നമുക്ക് എവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആർക്കും ലാഗ് അടിച്ചോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അതായത് ഭയങ്കര ഫാദരേ നമുക്കൊരു ഫ്യൂച്ചർ, ഒരു വേൾഡ് ട്രാൻസ്ഫോം ചെയ്യൂലോ. ഇപ്പം പല ആസ്പെക്ട്സിലാണല്ലോ ഈ സാധനം ശരിയാ. ഈ സാധനം നമ്മളെ റൂട്ട്സിക്ക്, അതായത് നമ്മളെ മലയാളികളുടെ റൂട്ട്സിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട് മുത്തശ്ശി കഥകളിലേക്ക് ആ സാധനം ഈ കഥയിൽ കൊണ്ടുവരാൻ പറ്റി. അത് നമ്മളെപ്പോഴും ഗോഡ് എലമെന്റ്സ് ചിന്തിച്ച് സൂപ്പർ ഹീറോ, ഇപ്പോൾ ഹനുമാൻ അല്ലെങ്കിൽ അങ്ങനെയല്ലോ നമ്മളങ്ങനെയല്ലോ പറയാം, രാമൻ, ഹനുമാൻ, കൃഷ്ണൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ പോവുക. ഇത് ആ ഒരു കോൺസെപ്റ്റിനെ തട്ടി മാറ്റിയിട്ട് ഇതാ വരുന്ന മോനെ അടുത്ത ആൾക്കാരിങ്ങനെ യക്ഷി മാടൻ റൈറ്ററും രണ്ട് റൈറ്റർ സംവിധായകൻ ഒരാളാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് മലയാളികൾക്ക് കണക്ട് ആണെങ്കിൽ ഇത് വേണം മലയാളികൾക്ക്. അത് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ പടം. 2 പടം ഒന്ന് തകർത്തു അല്ലേ. കിണ്ണം കാഴ്ച 2 പടങ്ങള്. അല്ല ഓണം ഞാൻ വിചാരിച്ചതേ ഹൃദയപൂർവ്വം ഒറ്റയ്ക്ക് തീർക്കുന്ന. ഓണം പോലെയാണ്, ഒരുപാട് നല്ല അടിപൊളി പടങ്ങളും ആഘോഷങ്ങളും. കൊഞ്ചം വെയിറ്റ് പണ്ണുങ്കോ. ലോക അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ ഒരു ഐറ്റം അല്ല. ലോക ജെൻസി 6 ആടും അല്ലേ. കുട്ടികൾക്ക് ഭയങ്കര. പക്ഷെ ചില സീൻസ് ഒക്കെ കുറച്ച് വിഷയമാണ് കുട്ടികളെ കയറ്റുന്ന സമയത്തല്ലേ. അല്ല എന്നാലും നമുക്കൊരു ഡിസ്ക്ലൈമർ ആക്കും. ഇപ്പത്തെ കുട്ടികളെ കാര്യമില്ല, മാർക്ക് വേണ്ട ഇറങ്ങിയ കുട്ടികളാണ്, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ എനിക്ക് ആ നറേഷൻ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എവിടെ ഈ സൂപ്പർ നാച്ചുറൽ സാധനം കൂടുതലായിട്ട് തോന്നിയായിരിക്കില്ലല്ലോ. നമുക്ക് സാധാരണ ജിത്തുഭായി പറഞ്ഞ പോലെ പണ്ടത്തെ സിനിമയിൽ പ്രേം നസീർ ചാടുന്നു ഇത് പറക്കുന്നൊക്കെ കാണുമ്പോൾ തോന്നുന്നു. ഇതൊന്നുമില്ല, നമ്മൾ ആ ഫ്ലോയിലോട്ട് പോയി പടത്തിന്റെ കൂടെ. ഇനി എന്താ പറയുക, സെക്കൻഡ് പാർട്ട് കാണാനുള്ള ക്യൂരിയോസിറ്റിയാണ്. സെക്കൻഡ് പാർട്ട് ഇപ്പത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര ആഘോഷിക്കാണ്. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ 2 പടം കൂടിയില്ലേ. ഇനിയിപ്പോ എന്താ പറയാ, തിയേറ്ററുകാർക്ക് അങ്ങോട്ട് തീരുമാനം കിട്ടും അല്ലേ. ഓണം വരെ തിയേറ്ററുകാർക്ക് തകർക്കാൻ പറ്റിയ ഐറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഏത് പടത്തിന് പോകണമെന്നുള്ള കൺഫ്യൂഷൻ. ഇനിയിപ്പോ അതിന് പടം അതുകൊണ്ട് നാളെ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും. എന്നാലും അടിപൊളി പടം, പൊളിപ്പടം. അപ്പൊ സെറ്റ്. ഇനി ബാക്കി ഞങ്ങൾ അടുത്ത പടങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. വേഗം വിട്ടോ. ഹൃദയപൂർവ്വം ആൻഡ് ലോക മസ്റ്റ് വാച്ചാണ് 2.